ബെൻഡ് ആവുന്ന ഒരു ഏരിയ ആണല്ലോ. ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. വളരെ എഫക്റ്റീവാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടിലുള്ള കറുത്ത പാടിട്ടല്ല ഈ ഒരു ഭാഗത്ത് മാത്രം ഒരുപാട് പേർക്ക് ഡാർക്ക് ആയിട്ടുണ്ടാവും. അതെങ്ങനെ ലൈറ്റൻ ചെയ്യാമെന്നാണ്. ഇത് വന്നിട്ട് ബെൻഡ് ആവുന്ന ഒരു ഏരിയ ആണല്ലോ. സോ എല്ലാവർക്കും അവിടെ ഒരു ഡാർക്ക്നെസ് എന്തായാലും ഉണ്ടാവും. കാര്യം അവിടെ സ്കിന്ന് വന്നിട്ട് ചുരുങ്ങുന്ന പ്രശ്നമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ടാവും. സോ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു ഭാഗത്തിനെ പ്രസ് ചെയ്തിട്ടായിരിക്കും. എഴുതുമ്പോഴായാലും ഫുഡ് കഴിക്കുമ്പോഴായാലും ടേബിളിൽ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവിടെ നമുക്ക് നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മൾ മോയ്സ്ചറൈസും ചെയ്യാറില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സ്കിന്നിൽ കൊടുക്കുന്ന ഒരു മോയ്സ്ചറൈസേഷനും ഇവിടെ കൊടുക്കാം. ഇനി അതുണ്ടാവാതെ നോക്കാനും എങ്ങനെ ഇപ്പോൾ ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്നും ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ അനാവശ്യമായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മുട്ടും, ഒരുപാട് മുട്ടിലിരുന്നിട്ടൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ, മുട്ട് ഒരുപാട് സ്ട്രെസ് ചെയ്ത് ചെയ്യുന്നവർ, ചിലർക്ക് എന്ത് ചെയ്താലും അവരുടെ മുട്ടിൽ ഒരു നിറവ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷെ ചിലർക്ക് പെട്ടെന്ന് നിറവ്യത്യാസം ഉണ്ടാകും. എൻ്റെയൊക്കെ ഒരു സ്കിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാതെ, ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ മുട്ടിലൊക്കെ ഇരിക്കുമല്ലോ, അങ്ങനെ ചെയ്താൽ പോലും എനിക്ക് നല്ല രീതിയിൽ അവിടെ സ്കിന്ന് ഡാർക്ക് ആവും. ചില സമയത്തൊക്കെ നമുക്ക് കൂടുതൽ സമയം മുട്ടിലിരിക്കേണ്ടിലൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്ത് എനിക്ക് നല്ല രീതിയിൽ അത് ഡാർക്ക് ആവുന്നതായിട്ടും സ്കിന്ന് ഡാമേജ് ആവുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. സോ അതൊരു റീസൺ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മാക്സിമം അവിടെ പ്രഷർ കൊടുക്കാതിരിക്കാൻ നോക്കുക. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് മസാജ് ചെയ്ത് സേഫ് ആക്കി വെക്കാം. സോ ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നതാണ് നല്ല ഒരു സ്ക്രബ്. ആദ്യം തന്നെ നമ്മൾ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന സ്ക്രബ് നിങ്ങൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു 1/2 സ്പൂൺ പഞ്ചസാര എടുത്താൽ മതി. ഒത്തിരി ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ സമയത്തുള്ള ആവശ്യത്തിന് മാത്രം പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് ഏത് മഞ്ഞളാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഷുഗർ മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി എണ്ണ ചേർത്തിട്ട് ഒലിച്ചു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി അല്ല, നമുക്ക് കയ്യിൽ പിടിച്ച് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് നമ്മുടെ മുട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ, ഈ 2 മിനിറ്റിൽ കൂടുതലായിട്ട് ചെയ്യേണ്ട. 2 മിനിറ്റിന് താഴെ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഈ ഒരു സ്ക്രബ് വെച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ഒരു മോയ്സ്ചറൈസർ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വാസ്ലിൻ ഉണ്ടെങ്കിൽ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാസ്ലിൻ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യും. നമ്മുടെ എൽബോ നീ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാസ്ലിൻ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് സ്ക്രബ് ചെയ്ത് ഇത് വാഷ് ചെയ്തതിന് ശേഷം വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പോലും അല്ലാത്ത ദിവസങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഒത്തിരി വാരി തേക്കണമെന്നൊന്നുമില്ല. ചെറിയ രീതിയിൽ നല്ല സ്പ്രെഡ് ചെയ്ത് തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കാലിലൊക്കെ ഉണ്ടായിരുന്ന മുന്നേ എനിക്ക് കൊച്ചിൽ കാലിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അശ്രദ്ധ കാരണം ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് ഞാൻ ഇത് തന്നെയാണ് ആ സമയത്ത് ചെയ്തത്. കാര്യം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു വലിയ ബോട്ടിൽ വാസ്ലിൻ ഉണ്ടായിരുന്നു. സോ ഞാനത് അതിങ്ങനെ യൂസ് ചെയ്യായിരുന്നു. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതെനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ സ്ക്രബ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് സ്ക്രബ് ചെയ്തിട്ട് ഇടുന്നത്. വളരെ എഫക്റ്റീവാണ്. സോ അവിടുത്തെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താലും അവിടുത്തെ ഡെഡ് സെൽസ് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 മാസം നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ സ്കിന്ന് ലൈറ്റൻ ആയതായിട്ട് ഫീൽ ആവും. സോ നന്നായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ നിർത്തിയിട്ട് ബാക്ക് ടു നിങ്ങളുടെ പഴയ ഒരു റുട്ടീനിലോട്ട് പോവുകയാണെങ്കിൽ
വീണ്ടും നിങ്ങൾക്ക് എന്താണോ ഉണ്ടായിരുന്നത് അത് വീണ്ടും ഉണ്ടാവും. സോ ഇത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ഡാമേജ് ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ ഒരു സ്ക്രബൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് അത് റെഗുലർ ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ലൈറ്റൻ ചെയ്തെടുക്കാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ മുട്ടുണ്ടാവും. സോ ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം. ഇനി എൻ്റെ അടുത്ത് നിന്ന് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.